ഇത് വയനാട് അക്സ ആഡ്വേസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ ബിൽഡിങ്. ഈ ബിൽഡിങ്ങൾ കഴിഞ്ഞ രണ്ട് വീടുകളിൽ ഈ ബിൽഡിങ് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് ആണ്, പനമരത്ത് പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇവിടെ ഒരു ബാങ്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കിന്റെ പണിയിൽ ഇലക്ട്രിക് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബംഗാളികൾ പണിയെടുക്കുന്നതായി ഈ പനമരം EWC യൂണിറ്റ് അംഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അവരത് ജില്ലാ കമ്മിറ്റി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് വയറിംഗ് മേഖല പണിയെടുക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ്, പെർമിറ്റ്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ വേണം, എന്നാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അനധികൃതമായി നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളികളെ പണിയെടുപ്പിക്കുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് അവർക്ക് ഒരു ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഈ പണിയെടുത്ത് കഴിഞ്ഞാൽ അവരങ്ങ് പോകും. പിന്നെ അതുപോലെ തന്നെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അവർ ഒരു തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾ നോക്കില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരെ ഇവിടുന്ന് ഓടിച്ചതാണ്. അതിനുശേഷം ബാങ്ക് അധികൃതരും ജില്ലാ കമ്മിറ്റിയൊക്കെ ഒരു മീറ്റിംഗ് കൂടുകയും അതിൻ്റെ തീരുമാനങ്ങൾ അവർ കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, നമ്മൾ വയനാട് ജില്ലയിലെ പനമരം എന്നുള്ള സ്ഥലത്ത് അക്സ ഹാർഡ്വെയർസിൻ്റെ മുമ്പിലായിട്ടുള്ള കെട്ടിടത്തിൽ കഴിഞ്ഞ മാസം അനധികൃത വയറിംഗ് നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ പനമരം യൂണിറ്റിലെ പ്രവർത്തകർ ഇവിടെ വന്ന് ഇവിടെ ഈ കെട്ടിടത്തിൽ വന്ന് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുകയും ഇതേ തുടർന്ന് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഇടപെടുകയും അതിനുശേഷം നമ്മൾ വയനാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയും ഇത് വ്യാജ വയറിംഗ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നമ്മൾ ഈ പണി ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തിരുന്നത്. കൃത്യമായിട്ട് വയർമാൻ പെർമിറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസും ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, അത് CA റെഗുലേഷൻ 31 ലംഘനമാണ് ലൈസൻസ് ഇല്ലാത്തവർ വർക്ക് ചെയ്യുക എന്നുള്ളത്. CA റെഗുലേഷൻ 2023 ലംഘനമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടന ഇത് പരിശോധിക്കുകയും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു മാസം മുമ്പാണ് ഇതെല്ലാം പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഇവരോട് വർക്ക് നിർത്തിവെക്കണം എന്നുള്ളത് സംഘടന ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇവർ വർക്ക് തുടർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ സംഘടനാ പ്രവർത്തകർ ഒത്തുകൂടി അവരുടെ വർക്ക് നിർത്തണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർക്ക് നിർത്തുകയും ഇന്നേ ദിവസം വരെ വർക്ക് അവർ തുടർന്ന് കൊണ്ടുപോയിട്ടില്ല. പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് ബന്ധപ്പെട്ട ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ആളുകൾ, ഈ ബാങ്കിൻ്റെ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഈ ബാങ്കിൻ്റെ ആളുകൾ നമ്മളോട് ബന്ധപ്പെടുകയും സംഘടനയായിട്ട് ബന്ധപ്പെടുകയും ഇതിന് നമുക്ക് വർക്ക് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വയനാട് ജില്ലയിൽ തന്നെയുള്ള ഒരു ഇലക്ട്രിക്കൽ B ക്ലാസ് കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുക്കുകയും നമ്മൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ അനധികൃത വയറിങ്ങിന് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ പനമരം ഈ അക്സയുടെ ഓപ്പോസിറ്റുള്ള ഈ ബിൽഡിങ്ങിൽ അനധികൃത വയറിങ് നടക്കുന്നതായി അറിഞ്ഞതും നമ്മളിവിടെ 2-3 പ്രാവശ്യം അവർക്ക് താക്കീത് കൊടുക്കാനായിട്ടൊക്കെ വന്നു. ഇൻസ്പെക്ടറേറ്റിൽ വിവരം അറിയിച്ചു. അവരിവിടെ വന്നു. അവരിവിടെ ജോലി നിർത്തിവെക്കാൻ അവർ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. എന്നിട്ടും ധിക്കാരപൂർവ്വം ഈ ജോലി വീണ്ടും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അവരെ ഈ തൊഴിൽ തടയുകയും അവരെ ഈ തൊഴിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഇത് നമ്മൾ ഈ ചെയ്തതിനെ പലരും പലതരത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഇതുപോലെ ഉള്ള പരിപാടി ഈ സംഘടന മുഖാന്തരം സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതുമാത്രമല്ല, ഇതിൽ മൈനസ് വ്യാഖ്യാനങ്ങൾ നടത്തിയ കുറച്ച് പേരുണ്ട്. അവരോടും കൂടി ശ്രദ്ധയിലേക്ക് പറയുകയാണ്, ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ മൈനസ് നടത്തിയിട്ട് നിങ്ങളുടെ സൈറ്റിലാണെങ്കിലും ഞങ്ങളുടെ അറിവിൽപ്പെട്ടാൽ ഞങ്ങൾ ഇതേപോലെ തന്നെ പോരാടും. ഈ പോരാട്ടം നമുക്ക് വമ്പിച്ചൊരു വിജയമായി തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ EWSക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, EWSA സിന്ദാബാദ്, CITU സിന്ദാബാദ്.
തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്.